ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഇതെന്താണെന്നല്ലേ, ഇതൊരു ബേബി ഷേക്കാണ്. വളരെ ഹെൽത്തി ആയിട്ട് വാവന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. സോ അതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ആപ്പിൾ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം ഒരു 3-4 കുഞ്ഞു പഴം എടുത്ത് അത് കട്ട് ചെയ്യാം. പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് നട്ട്സ്, അത് 1-2 വാൾനട്ട്, ആൽമണ്ട്, കാഷ്യൂ, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, അത് കറുത്തതും അല്ലാത്തതും എടുക്കാവുന്നതാണ്. ദെൻ നമ്മൾ ചൂടാക്കി തണുപ്പിച്ച് വെച്ചേക്കുന്നത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട, ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ആ പാല് കുറച്ചായിട്ട് ഒഴിച്ച് നട്ട്സുകൾ മാത്രം ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അതിനോടൊപ്പം ഞാൻ കുറച്ച് ഈന്തപ്പഴം കൂടെ ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ അത് നന്നായിട്ട് ആദ്യം അരഞ്ഞ് കിട്ടും. ശേഷം അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ആപ്പിളും ഈ ഒരു പഴവും ഒക്കെ ആയിട്ട് ബാക്കി കുറച്ച് പാലിൽ കൂടെ ചേർത്തിട്ട് അരച്ച് നന്നായിട്ട് എടുക്കാവുന്നതാണ്. നല്ല കുറുക്കി നല്ല വരുന്ന രീതിക്ക് മാത്രം പാലൊഴിച്ചാൽ മതിയായിരിക്കും. ആൻഡ് ശേഷം നമുക്ക് തണുപ്പിക്കണമെന്നൊന്നും ഇല്ല, ഡയറക്റ്റ് തന്നെ കൊടുക്കാവുന്നതാണ്. പിന്നെ അഡീഷണൽ വേറെ ഷുഗർ കാര്യങ്ങളൊന്നും ഇടേണ്ടതില്ല. ഓൾറെഡി ഇതിനകത്ത് നട്ട്സിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയും ഒക്കെ ഒരു മധുരം ഓൾറെഡി ഇതിനകത്ത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്വീറ്റ്നെസ് കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ട് ബേബിക്ക് ഡയറക്റ്റ് തന്നെ കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇപ്പോൾ മെയിനായിട്ടൊരു ഇൻസ്റ്റൻറ്റ് എനർജി, അല്ലെങ്കിൽ അധികം ഫുഡൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഷേക്കായിട്ട് മാറും ഇത്. ആൻഡ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് എനർജി അല്ലെങ്കിൽ ഒരു ഹെൽത്തി വെയ്റ്റ് ഗെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷേക്കാണ് ഈ ഒരു ആപ്പിൾ ബനാന ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഷേക്ക്. ആൻഡ് കുഞ്ഞുങ്ങളുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ബനാന ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാൾനട്ട് ബദാമൊക്കെ ആണെങ്കിൽ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും മിൽക്ക് ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ്സിനാണ് ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഈന്തപ്പഴം ആഡ് ചെയ്യുന്നത്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് കീപ്സ് ബേബി ഫുൾ ആൻഡ് ആക്റ്റീവ് ഫോർ എ ലോങ് ടൈം. സോ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ മടിയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു കപ്പ് ഷേക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കാവുന്നതാണ്. സോ ഹെൽത്തി ആയിട്ടിരിക്കുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.